ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. രാമ 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 രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. നമുക്ക് ഉത്തര രാമായണം. കഴിഞ്ഞ പ്രാവശ്യം രാവണൻ ദിവ്യാംഗനമാരായ കുലസ്ത്രീകളെ ബലാത്കാരമായിട്ട് പിടിച്ചുകൊണ്ട് പോയി പുഷ്പക വിമാനത്തിൽ നിന്ന് ഇറക്കി അവർ നിലവിളിച്ചുകൊണ്ടിരിക്കുക. അവിടെ വരെ നമ്മൾ വായിച്ച് അത് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി വായിക്കാം. ഇന്ന് കുറച്ചും കൂടെ ഉണ്ട് വായിക്കാം, നമുക്കത് നോക്കാം. നമ്മൾ ഇയാൾ പുഷ്പക വിമാനത്തിൽ ചെന്ന് ഇറങ്ങാൻ സമയം അപ്പം അവിടെ ഉള്ള എല്ലാ പൗരജനങ്ങളും എതിരേറ്റ് ആദരവോട് വാദ്യമേളങ്ങളോട് തന്നെ സൽക്കരിച്ച് ആനയിക്കുന്ന. അപ്പോൾ ശൂർപ്പണഖ അവക്കുള്ള എന്നുവെച്ചാൽ ശൂർപ്പണഖ സഹോദരിയാണല്ലോ. അയാളുടെ ആ ശൂർപ്പണഖയുടെ ഭർത്താവിനെ എങ്ങനെയോ യുദ്ധത്തിൽ മരിച്ചുപോയി. അതുകൊണ്ട് ഇദ്ദേഹം ഓർത്തില്ല, ബന്ധുവും മിത്രവും ഒന്നും ഓർത്തില്ല യുദ്ധം വന്നപ്പോൾ. ഇയാൾ പോയിട്ട് ഒരുപാട് നാളുകളായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ലങ്കയിലേക്ക് വരുന്നത്. അപ്പോൾ കണ്ടപ്പോഴേ തന്നെ ശൂർപ്പണഖ എന്താ പറയുക, വിശ്വജനങ്ങൾ പഴിക്കുമാർ എന്നെ നീ വിശ്വസ്തയാക്കി ചമച്ച് എന്നെ വിധേയമാക്കി വെച്ചിട്ടല്ലേ നീ പോയത്. ഈ ജനങ്ങളെല്ലാം എന്നെ പഴിക്കുന്നു. ശത്രുമിത്രത്തെ ഓർത്തിയില്ല യുദ്ധത്തിൽ ഞാൻ എന്നന്തരം പറഞ്ഞു. ഞാൻ ശത്രുക്കളെയും മിത്രങ്ങളെയും ആയിട്ടൊന്നും ഓർത്തില്ല. സ്വന്തം സഹോദരിയുടെ ഭർത്താവാണ്, മരിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഇനി ഞാൻ എന്ത് ഒരു പോംവഴി, നീ ചെന്ന് ഖര ദൂഷണ തൃശിരാക്കളായ നിന്റെ സഹോദരങ്ങൾ വനത്തിൽ, അതായത് ദണ്ഡരാജാവിൻ്റെ രാജ്യം വനമായി മാറി അവിടെ ജനങ്ങൾ വസിക്കുന്നുണ്ട്, നീ അവിടെ പോയി കഴിയൂ. അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട അവിടെ ജനങ്ങളുണ്ടല്ലോ, അപ്പോൾ നിനക്ക് പറ്റിയതായ ഒരു വരനെ നീ വരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം പിന്നെ എന്ത് വന്നു, രാവണി ഓരോരോ യജ്ഞങ്ങളെല്ലാം നടത്തി ഒരുപാട് വരങ്ങളെല്ലാം വാങ്ങിച്ച്. അതാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അങ്ങനെ രാവണി രാജസൂയ അശ്വമേധാദികൾ ആവോളവും പല യാഗങ്ങളൊക്കെ ചെയ്ത് ദേവകളോട് വരവും വരിച്ചുകൊണ്ട് ഏവരെയും ജയിക്കായി വരുമാറവൻ ആരോടെല്ലാം എതിരിട്ടാലും ഇയാൾ തന്നെ ജയിക്കും. ആ ഒരു വരം മേടിച്ചു. സർവയജ്ഞ, അതായത് അശ്വമേധ യാഗങ്ങളെല്ലാം ഒരുപാട് കഴിച്ചിട്ട് ഒരുപാട് വരങ്ങളെല്ലാം ദേവന്മാരെ ഇതെല്ലാം മേടിച്ചത് കൊണ്ട് ആരും വെല്ലുന്ന വരമാണ് വാങ്ങിച്ചത്. ആരും അദ്ദേഹം തോൽപ്പിക്കാൻ പറ്റില്ല. രാവണി ആരാ? രാവണൻ്റെ മകൻ ഇന്ദ്രജിത്ത്. അപ്പോൾ താതനിങ്ങനെ വരുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് താതൻ വന്നപ്പോൾ ഈ പ്ലെയിനൊക്കെ ഇപ്പോഴല്ലേ ഉണ്ടായത്, അങ്ങനെ ഇംഗ്ലീഷ് വാക്കുകൾ. അന്ന് ഞാൻ ചിലപ്പോൾ കൃഷ്ണ എന്നും പറയും, കാരണം ശ്രീരാമൻ്റെ സമയത്ത് കൃഷ്ണൻ അവതരിച്ചിട്ടില്ല. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോവും മക്കളെ. ഇവിടെ എന്താ പറയുക, പ്ലെയിൻ എന്ന് പറയുക ഇംഗ്ലീഷ് വാക്കല്ലേ. അന്നത്തെ കാലത്ത് ഈ പ്ലെയിനൊന്നും ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ടോ ഈ വാക്ക്? മലയാളത്തിലല്ലേ, അതൊരു പുഷ്പക വിമാനം എന്ന് തന്നെ പറയാം. ചിലപ്പോൾ എനിക്ക് അങ്ങനെ ആയിപ്പോണതാ. അതുകൊണ്ട് ഈ പുഷ്പക വിമാനത്തിൽ വന്ന് ഇറങ്ങിയ സമയത്ത് ഈ താതനെ കണ്ട് ഈ മകൻ ഈ വരമെല്ലാം വാങ്ങിച്ചിരിക്കുന്ന സമയത്ത് കണ്ടപ്പോൾ നമസ്കരിച്ചു. അപ്പോൾ എന്തോന്ന് ആദരവോട് പുണർന്നു ദശാനനും സന്തോഷമായിട്ട് ആലിംഗനം ചെയ്തു. നിൻ തൊഴിൽ എന്തെന്ന് ചോദിച്ച്, ഇനി നീ എന്ത് ചെയ്യാൻ പോകുന്നു മകനെയോട് അത്രമാത്രം സന്തോഷമായി. വരങ്ങളെല്ലാം വാങ്ങിച്ചു കൂട്ടിയില്ലേ. അപ്പോൾ രാവണനല്ലേ അതിനെല്ലാം പ്രശസ്തി കീർത്തിയൊക്കെ. മകൻ്റെ ഈ വരങ്ങളെല്ലാം ആകുമ്പോൾ അദ്ദേഹത്തിനും എവിടെയും ജയിക്കാമല്ലോ, മകനുണ്ടല്ലോ, എന്നൊരു ബല ഉണ്ടല്ലോ. അതുകൊണ്ട് ഇനി നീ എന്ത് ചെയ്യാൻ പോകുന്നു? ആ സമയത്ത് എന്ത് പറയുന്നു? അന്തർമുത പറഞ്ഞിടനാണ് ശുക്രനും. അപ്പോൾ അവിടെ ശുക്രൻ ശുക്രാചാര്യരായിരിക്കാം. അപ്പം ഇതിൻ്റെ ഉത്തരമായിട്ട് ഇനി നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ശുക്രൻ അന്തർമുത അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം പറയുന്നതായിരിക്കും. എനിക്കതിനെപ്പറ്റി അത്രയ്ക്ക് അങ്ങോട്ട് പറയാൻ അറിയില്ലെങ്കിൽ ശുക്രൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ശുക്രാചാര്യരായിരിക്കും, കാരണം ഇവരുടെയൊക്കെ ഗുരുക്കന്മാർ അതാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, യാഗാദ യജ്ഞങ്ങൾ ചെയ്ത് വരം കൊണ്ട് ലോക ഉത്തമനായ ചമഞ്ഞു തവാത്മജൻ, അങ്ങയുടെ മകൻ തവ,
അത് ദശാനൻ്റെ ഈ രാവണൻ്റെ മകൻ ലോകത്തിന് ഉത്തമനായി ചമഞ്ഞു, എല്ലാ വരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇത് അന്തർമുഖം അദ്ദേഹത്തിന് സ്വന്തം അഭിപ്രായത്തിൽ ചോദിച്ചത് മകനോടാണല്ലോ, നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന്. പക്ഷെ അന്നേരം ഞാനിനി എന്ത് ചെയ്യാൻ പോകുന്നു പറയാതെ മിണ്ടാ നിന്ന് കാണും. അപ്പോൾ ശുക്രാചാര്യരായിരിക്കും, അതാണ് സ്വ അന്തർമുഖ പറഞ്ഞിടിനാൻ ശുക്രനും. അപ്പോൾ അവിടെ ശുക്രാചാര്യരായിരിക്കും. അല്ല ശുക്രനെന്ന് ഇന്ദ്രിയത്തിന് പേരുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും, എനിക്കറിയില്ല. ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യരായിരിക്കും. അപ്പോൾ ശുക്രൻ പറയുന്നു, ഇത്രയെല്ലാം യജ്ഞങ്ങളെല്ലാം നടത്തി, എത്രയെല്ലാം വരം മേടിച്ചു ദേവന്മാരെല്ലാം, അതുകൊണ്ട് ഇവൻ ലോകത്തിൻ്റെ ഉത്തമനായി ചമഞ്ഞു. അങ്ങയുടെ മകൻ തവ ആത്മജൻ, അത് ദശാനനൻ്റെ, അത് തവ അങ്ങയുടെ ആത്മജൻ മകൻ, തവാത്മജൻ തേരും എന്നൊക്കെ എന്തൊക്കെയാ വരം കിട്ടിയിരിക്കുന്നത് അതും പറയുവാണ്. അപ്പോൾ ഇത് ശുക്രാചാര്യരായിരിക്കും ഇങ്ങനെ പറയുന്നത്. എനിക്ക് ഇന്നലെ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. ഞാനത് ഓർത്തത് മകൻ തന്നെ ആയിരിക്കും ഇതൊക്കെ പറയുന്നത്. ഇത് സ്വ അന്തർമുഖ പറഞ്ഞിടാൻ ശുക്രനും. അപ്പോൾ ശുക്രൻ സ്വന്തം അഭിപ്രായത്തിൽ അങ്ങ് പറയുക. ചോദിച്ചത് മകനോടാണെങ്കിലും അവിടെ ഇദ്ദേഹമൊക്കെ നിപ്പോണ്ടല്ലോ. കാരണം പരമേശ്വരനും പാർവ്വദേവി എല്ലാം വരം കൊട്ടിട്ടങ്ങോട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ ശുക്രാചാര്യരുടെ കാണും. അതുകൊണ്ടായിരിക്കും അതിൻ്റെ ഉത്തരം പറയുന്നു, തേരും നനച്ചവണ്ണം നടക്കും. അപ്പോൾ തേര് വരമായിട്ട് കിട്ടിയെങ്കിൽ എന്താണ്, ആ തേര് എങ്ങനെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന അതിനൊത്തകം നടന്നോളൂ എന്ന ഒരു പ്രത്യേക അത്ഭുതമായ തേരുമൊക്കെയാണ്. അങ്ങനെ നനച്ചവണ്ണം നടക്കും. തൻ്റെ വൈരികൾക്ക് എങ്ങുമേ കാണുവാനും പറ്റില്ല. കാണുവാനും വൈരികളാരാ? ദേവന്മാർ. ഈ ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പോകുമ്പോൾ തേര് ഒരു മനുഷ്യൻ കാണത്തില്ല. വൈരികളായ ശത്രുക്കൾ. മനുഷ്യനെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുടെ ഓപ്പോസിറ്റ് അവിടെ ആരാണ്? ദേവന്മാരാണല്ലോ, മനുഷ്യരല്ല. ദേവന്മാർ ശത്രുക്കളാണല്ലോ. ഈ ശത്രുക്കൾ ആരും ഇവൻ്റെ തേര്, ഈ രാവണിയുടെ തേര് കാണുവാൻ പറ്റത്തില്ല. എങ്ങോട്ട് പോകണം നനച്ചാൽ മതി, അങ്ങനെ അത് പൊയ്ക്കോളും യുദ്ധത്തിന്. അതുകൊണ്ട് ബാണമാണെങ്കിലോ ഒടുങ്ങാതെ ഉള്ളൊരു തൂണിയാണ്. അവനാഴി വെച്ചാൽ എന്താ, അതിലെപ്പോഴും നിറഞ്ഞു തന്നെ ഇരിക്കും ഈ ശരം എടുക്കുമ്പോൾ ബാണങ്ങൾ. പിന്നെയോ പ്രാണരക്ഷാർത്ഥം അഭേദ്യം എന്താണ്, കവചമുണ്ട്. ആര് എന്ത് ചെയ്താലും ഇവൻ്റെ ദേഹം പ്രാണൻ നശിക്കത്തില്ല, പ്രാണൻ പോവില്ല. കാരണം ദേഹത്തിന് കവചമുണ്ട്. അതെല്ലാം ആര് കൊടുക്കുന്ന? എല്ലാം കൊടുത്തു മഹേശ്വരൻ തന്നെ വല്ലഭയോട് മറഞ്ഞതിപ്പോൾ എടോ. അപ്പോൾ ഇപ്പോൾ എടോ എന്ന് പറയുമ്പോൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്. അന്നേരം ഞാൻ അന്നേരം വായിക്കുന്നില്ലേ, അതുകൊണ്ട് അത്രയ്ക്കൊട്ടങ്ങോട്ട് കിട്ടുന്നത്. പലവട്ടം വായിച്ചെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓരോ അക്ഷരത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ മകനാമ എടോ എന്ന് പറയില്ല. അപ്പോൾ ശുക്രൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ശുക്രാചാര്യ ഇതൊക്കെ പറയുന്നത്. അപ്പം ഇത്രയെല്ലാം വരം കൊടുത്തിട്ട് ഭഗവാൻ പരമശിവനും വല്ലഭ ഭാര്യയായ പാർവതി ദേവിയും കൂടെ ഇതെല്ലാം കൊണ്ടിട്ട് അങ്ങോട്ട് മറഞ്ഞതേ ഉള്ളൂ. അങ്ങോട്ട് പോയതേന്ന് പറയില്ല, മറയുന്നതേ പറയുള്ളൂ. കാരണം ദേവന്മാരൊക്കെ അപ്രത്യക്ഷമായി പ്രത്യക്ഷമായി എന്നൊക്കെ, വരുമ്പം പ്രത്യക്ഷമായി എന്ന് പറയും, പോകുമ്പം മറഞ്ഞ് അപ്രത്യക്ഷമായി എന്ന് പറയും. അതുപോലെ അവരങ്ങോട്ട് മറഞ്ഞതേ ഉള്ളൂ, പോയതേ ഉള്ളു. എന്നിട്ടോ വന്ന് തുടങ്ങി ഭവാനെന്ന് കേൾക്കയാൽ, അപ്പോൾ ഈ രാവണൻ ഇങ്ങനെ പുഷ്പകത്തിൽ വന്നിറങ്ങുന്നെന്ന് കേട്ടതുകൊണ്ട് ഞാനിവിടെ നിന്നിത് കണ്ടുപോകാമെന്നോർത്ത് ഞാൻ, ഈ പറയുന്ന ആള് ശുക്രാചാര്യ അന്നേരം ഓർക്കുന്നത് ഇങ്ങനെ ദശാനൻ ഒരുപാട് നാളുകൊണ്ട് ഇല്ലാതിരിക്കുകയല്ലേ ഈ ലങ്കയിൽ. ഇപ്പം വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഇവിടെ നിന്നു കണ്ടിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ശുക്രാചാര്യരാത് അങ്ങനെ വന്നു തുടങ്ങി ഭവാൻ എന്ന് കേൾക്കയാൽ നിന്നിതു കണ്ടുപോകാമെന്നത് ഓർത്തു ഞാൻ. എന്നിട്ട് വാജി മേധാദികൾ കൊണ്ട് ദേവന്മാരെ പൂജിപ്പതിന് അവകാശമില്ലേതുമേ. ദേവകൾ നമ്മുടെ ശത്രുക്കളാകയാൽ സേവിപ്പതിനില്ല യോഗ്യം അവരെ നാം. എന്നുവെച്ചാൽ ഇനി നമുക്ക് ഈ ദേവന്മാരെ ഒന്നും പൂജിക്കേണ്ട സേവിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലെന്ന് ഈ ശുക്രാചാര്യ തന്നെ അങ്ങ് പറയുക. വാജി മേധാദികൾ കൊണ്ട്, ഈ അശ്വമേധങ്ങൾ കൊണ്ട് ദേവന്മാരെ ഇനി പൂജിപ്പതിൻ്റെ ഒരവകാശമില്ല. നമുക്ക് ശത്രുക്കൾ തന്നെയാണ് ദേവന്മാർ എന്ന് ഈ ശുക്രാചാര്യരായിരിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. അതാ അങ്ങനെ കിടപ്പുണ്ട് ഇതിനകത്ത്. നമുക്കല്ലാതെ അത് പേരും ഊരൊന്നും ഇല്ലല്ലോ. അപ്പോൾ ദേവകൾ നമ്മുടെ ശത്രുക്കളായതുകൊണ്ട് ഇനി അവരെ സേവിക്കേണ്ട കാര്യമില്ല, പൂജിക്കേണ്ട കാര്യമില്ല, അവർക്ക് അതിന് യോഗ്യതയില്ല, നമ്മുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈശനെ പൂജിപ്പതും കാര്യം എന്നുടനെ ആശ്രാധീശനും പറഞ്ഞു ഒരനന്തരം. അതിനുശേഷം ഈ രാവണനും പറഞ്ഞു ശരിയാ, അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹവും പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇനി അതത്രയും കഴിഞ്ഞു. ഇനി അവിടെ എന്താ പറയുക, കാരണം ഇതിൻ്റെ പുഷ്പകത്തിലെ കുറേ പിള്ളേർ ദിവ്യാംഗന ഉത്തമയായ സ്ത്രീകൾ, കുലസ്ത്രീകൾ ഇങ്ങനെ അതിൽ നിന്ന് കരയുക. ഇയാൾ മാത്രമല്ലേ വിമാനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് പുഷ്പകത്തിന്മേലിരുന്നു വിലപിക്കും ഉത്പല പത്രാക്ഷിമാരെ ഇറക്കിനാൻ.
അപ്പോൾ അത് കണ്ടു ചൊന്നാൻ വിഭീഷണൻ, അത്ഭുതം ഓർത്തു കണ്ടാൽ ഈ പരാക്രമം. ഇതൊരു പരാക്രമമാണ്. കാരണം ഈ പുഷ്പത്തിന്മേൽ നിന്ന് ഇങ്ങനെ ഈ സ്ത്രീകളെ ഇറക്കിയപ്പോൾ വിലപിച്ച് കരഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ഈ ഉൽപ്പല പത്രാക്ഷിമാരെ ഇറക്കിയപ്പോൾ ഇത് കണ്ട ആരാണ്? വിഭീഷണൻ ഭക്തനാണ്. വിഭീഷണൻ ഭഗവാൻ നാരായണ ഭക്തനാണ്. അദ്ദേഹം ഇത് കണ്ട് ഈ അത്ഭുതം, ഇത് അത്ഭുതമായിട്ട് അതിൽ കാണുന്നു. ഇതെന്തൊരു പരാക്രമമായി കാണിക്കുന്നത്, ഇത് അത്ഭുതമായിരിക്കുന്നു. നല്ല പതിവ്രതമാരെ പിടിച്ചുകൊണ്ട് ഒല്ലാതെ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ശരിയല്ലാത്ത ഈ പ്രവൃത്തി, ഈ നല്ല നല്ല കുലസ്ത്രീകളെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് വേണ്ടാത്ത കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്താൽ ദുഷ്കീർത്തി ദുഷ്കൃതം വംശവിനാശനമൊക്കെ അകപ്പെടുമില്ല, ഒരു സംശയം. ഇത് നിനക്ക് ദുഷ്കീർത്തിയും ഇതെല്ലാം നശിക്കും, മൊത്തം വിനാശം വരും. നിനക്ക് യോഗ്യമല്ല ഇത്. നിനക്ക് എപ്പോഴും നാശം തന്നെ സംഭവിക്കും. നിനക്ക് ദുഷ്കൃതം തന്നെയായിരിക്കും. നിനക്ക് നല്ല പ്രവൃത്തി അല്ലതൊന്നും. നിനക്കത് പാപമാണ് നീ ചെയ്യും. നിനക്ക് ദുഷ്കീർത്തിയേ നിനക്ക് വരത്തുള്ളൂ. നിന്റെ വംശം പോലും മൊത്തം നശിച്ചു പോകും. ഇത് യഥാർത്ഥമായി തന്നെ ഈ വിഭീഷണ ഇതൊക്കെ പറയുന്നത്. ദുഷ്കീർത്തി ദുഷ്കൃതം വംശവിനാശനമൊക്കെ അകപ്പെടുമില്ല, ഒരു സംശയം അതിനില്ല. നിനക്കിത് തന്നെയായിരിക്കും അനുഭവം. നമ്മളിതൊക്കെ പഠിക്കണം. ഇത് നമ്മുടെ വീട്ടിലെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. നമുക്ക് നേരായ മാർഗത്തിൽ ഇത് വായിക്കും. ഇവിടെ പിന്നെ എന്താ പറയുക, ഈ കുലസ്ത്രീകൾ ഇതിനകത്തില്ല, ഇപ്പോൾ വിഭീഷണനില്ല, ഇവരൊക്കെ മറഞ്ഞുപോയി. നമുക്കാണ് ഇനി പഠിക്കാനുള്ളത്. നമ്മളെന്ത് പഠിക്കണം? നമ്മുടെ രക്ഷകർത്താക്കളായ അമ്മയും അച്ഛനൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമുക്ക് ദുഷ്കീർത്തിയും വംശവും മുടിയണോ? ഇന്ന് ഒരുപാട് പേര് വിവാഹം കഴിക്കാതെ നിൽക്കുന്ന കാര്യം എന്താ? ആൺകുട്ടികൾ നല്ല നല്ല ശുദ്ധ ഹൃദയമായിട്ട് വന്ന കുട്ടികളാണ്. ഈ പ്രപഞ്ചം മൊത്തവും എന്താ പറയുക, പ്രേത കുഞ്ഞുങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. പിഞ്ചു കുഞ്ഞുങ്ങൾ, 18, 20, 25 വയസ്സായ കുഞ്ഞുങ്ങൾ അമ്മയുടെ അച്ഛനടുക്കേന്ന് താലോലിച്ച് വളർത്തി അവരെ പറഞ്ഞ് ഉള്ളതൊക്കെ വിറ്റും പറക്കി അയച്ചിട്ട് വല്ലവരുടെ വല്ലവരുടെ കൊണ്ടുപോയവൻ്റെ വീട്ടിൽ ചെന്ന് അവർക്ക് എന്തും അങ്ങ് ആകാം. അവരുടെ കൈക്കൽ കിട്ടിയതുപോലെ ഒരു എന്താ പറയാൻ എനിക്ക് വാക്കില്ല. അവരുടെയൊക്കെ സ്വർണവും പണവും മാത്രം മതി. പിന്നും കൊണ്ടാ എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല. എന്നിട്ടോ ഒന്നീ തന്നെ ആത്മഹത്യ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ കൊന്നു കുഴിച്ചു മൂടും, ഇല്ലെങ്കിൽ മണ്ണെണ്ണടിച്ച് ചൂടും. എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടി എത്രമാത്രം ജീവിക്കാനുള്ള കുഞ്ഞുങ്ങളെ കൊതിച്ച് പറയാൻ പറ്റാത്തവണ്ണം അങ്ങനെയുള്ള കുട്ടികളുടെ ശാപം ഈ ഭൂമിയിൽ ഇല്ലെന്നാണോ വിചാരിക്കാൻ പറ്റുന്നതാണോ? അതൊക്കെ അവരെന്ത് കുറ്റം ചെയ്ത്? അവരെ രക്ഷാർത്ഥങ്ങൾ ഒരു ചെറുക്കനോട് കെട്ടിരിക്കുന്ന കാര്യം ലോക നിയമമാണ്. ഈ ലോകത്തിലെ പ്രകൃതി നിയമം തന്നെയാണ്. അവർ ചെയ്തു വെച്ചത് കുറ്റമാണോ? അവരൊക്കെ ഉള്ളതൊക്കെ കൊടുത്തു വിട്ടില്ലേ? എവിടെ നിന്നുണ്ടാവണം ബാക്കി? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കുട്ടികൾ എന്ത് പിഴച്ചു? ഇവരുടെയൊക്കെ മനസ്സിനെ വേദനിപ്പിച്ച് കൊന്നു. ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുക, ഇങ്ങനെ വേദനിച്ച് കൊന്ന് തന്നെ അച്ഛനും അമ്മയ്ക്കും ദ്രോഹം ആകരുന്നോർത്ത് തന്നെ അങ്ങ് ആത്മഹത്യ ചെയ്യും. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണോ ചെയ്യുന്നത്? സമാധാനം ഇല്ലാഞ്ഞിട്ടല്ലേ? മനസ്സിന് അത്രത്തോളം ദുഃഖമല്ലേ? ഇതുപോലുള്ള രാക്ഷസന്മാരായിട്ടുള്ളവർ പിടിച്ചുകൊണ്ടങ്ങ് പോയേക്കുക. കെട്ടിയ പെണ്ണുങ്ങളെയും കൊണ്ടങ്ങ് പോകും, കെട്ടാതെ തന്നെയും പിടിച്ചുകൊണ്ട് പോകും. ഇങ്ങനെ ഓരോ രീതിയിലാണ്. ഇത് അന്നേ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികളെ കുട്ടിനാളിലെ മക്കളെ ആരുടെ ഒന്നും നമുക്ക് വേണ്ട. ആരുടെയും സന്തോഷവും നല്ല സംതൃപ്തിയോടുകൂടി ഭഗവാൻ എന്താണ് ഭഗവാൻ കൃഷ്ണന് പറയുന്നു. ഭഗവത്ഗീതയിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? പ്രേമമാകുന്ന ഭക്തിയോടും സ്നേഹത്തോടും കൂടി അത്ര താല്പര്യത്തോടുകൂടി ഭഗവാന് ഒരു തുളസി ഇലയോ ഒരു അല്പം വെള്ളമോ കൊടുത്ത് ഭഗവാൻ അത് ഇഷ്ടമാണ്. അങ്ങനെ ആരും സന്തോഷത്തോടെ തരുന്നെങ്കിൽ മാത്രം മതി. അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ നിവർത്തിയില്ലെങ്കിൽ പെണ്ണ് കെട്ടാൻ പോണ്ട. കെട്ടിക്കൊണ്ടുവന്നിട്ട് അവക്കുള്ള എല്ലാം പിടിച്ചു പറിച്ചിട്ട് അതിനെ ആത്മഹത്യക്ക് വിടേണ്ട കാര്യമുണ്ടോ? കൊല്ലേണ്ട കാര്യമുണ്ടോ? ഇന്ന് ലോകത്ത് എന്ത് വന്ന് നിരപരാധികളായ കുറേ കുട്ടികൾ ഇങ്ങനെ കിടക്കുക. ആർക്കും വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ തട്ടിക്കൊണ്ട് പോകണം. ഇവിടെ ഈ രാക്ഷസൻ കൊണ്ടുപോയി അത് ഇതിനകത്ത് ഇനി പറയും. ഇദ്ദേഹത്തിൻ്റെ ഒരു സഹോദരി, ഒരു അമ്മയുടെ ജ്യേഷ്ഠത്തിൻ്റെ മകളെ കൂടാണ് ഇയാൾ കുംഭീനസി. അതിനെ ഇതുപോലെ അവർ യാഗമൊക്കെ ചേർന്ന സമയത്ത് ഒരു രാക്ഷസൻ മധു കൊണ്ടുപോയാൽ അത് ഇത് പറയുന്നുണ്ട്. ആ പെണ്ണൊക്കെ ഇപ്പം ഇവൻ പിടിച്ചുകൊണ്ട് വന്നേക്കുന്നത് സ്വന്തം എന്താ പറയുക, സ്വന്തം പെങ്ങളായേക്ക് അങ്ങനെയാണ്ട് വരും. മൂത്തമ്മയുടെ മോളാകുമ്പോൾ അങ്ങനെയല്ലേ? അങ്ങനെ പെങ്ങളാരാ മക്കളാരെന്ന് അറിയാണ്ട് ഇവൻ കണ്ണ് കാണാൻ വയ്യാത്ത അഹങ്കാരി ഈ രാവണൻ ഇന്ന് പെങ്ങന്മാരെ തിരിച്ചറിയാൻ വയ്യ, അമ്മയെ തിരിച്ചറിയാൻ വയ്യ, മദ്യത്തിനും മയക്കുമരുന്നുകൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കുട്ടിക്ക് നാളോട്ടേ നല്ല വേദോക്തികൾ, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വഴിയെ അങ്ങനെ ആക്കി അവരുടെ ഉള്ളത്തിൽ വിനയവും താഴ്മയും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രവണതയും ഒരു ജീവജാലത്തിലെ പോലും എങ്ങനെ പഠിപ്പിക്കും? അമ്മയ്ക്കും അച്ഛനും കാളിറച്ചിയും കോഴിയിറച്ചിയും തിന്നേ പറ്റൂ. അമ്മയ്ക്കും അച്ഛനും വായിക്ക് വെള്ളം നിൽക്കത്തില്ല.
അത് കൊന്നു കൊണ്ടുവന്ന് തിന്ന് കൊല്ലാതെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കൊന്നു തിന്നാലും അല്ലെ കൊന്നനെ പിടിച്ചുകൊണ്ട് വന്നാലും ഇതല്ലയോ മക്കൾക്ക് മേടിച്ചു കൊടുക്കുന്നത്. എത്ര വിനയവും താഴ്മയും ഭക്തി അതിലുണ്ട്. അതൊരു ജീവനാണെന്നോ അതിന് വേദനിക്കുമെന്നാണ് എല്ലാവരും അറിയുന്നു. എന്നാൽ പാപിയായ കുറേ ജനങ്ങൾ ഇവിടെ ലോകത്തുണ്ട്, മൃഗങ്ങൾക്ക് തുല്യമായവരുണ്ട്. അവർ പഠിച്ച് തിന്നട്ടെ. ഇവിടെ രാമായണവും ഭാഗവതവും വായിക്കുന്ന മക്കൾക്ക് നേരായ രീതിയിൽ ഈശ്വരനിലേക്ക് പോകണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വളരണമെങ്കിൽ നമ്മളും കൂടെ കുറച്ച് നോക്കണം. നമ്മുടെ വായ്ക്കകത്ത് വെള്ളം നിൽക്കണം. നമ്മൾ ഇങ്ങനെയുള്ള വേണ്ടാത്ത ജീവജാലങ്ങളെയൊക്കെ കൊന്ന് തിന്നരുത്. അത് മക്കൾക്കും കൊടുത്ത് സുഖമായിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങി സുഖിച്ച് ഇങ്ങനെ കിടന്നാൽ എങ്ങനെ ഈ ലോകം നന്നാവുന്നേ? കുറേ പേർക്കെങ്കിലും ഭക്തിയും വേദനയും വേണ്ടേ മറ്റൊരു ജീവനോട്? കാരണം ഒരു ജീവനെ വേദനിപ്പിക്കുന്നതിന് വിഷമം തോന്നണ്ടേ? അങ്ങനെ തോന്നിയെങ്കിലല്ലേ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റൂ. മക്കളെ, ഇത് ദോഷമാ, നമുക്ക് തിന്നൂടാ, ഇത് നമ്മെപ്പോലെ ജീവനാ, ഒരു ജീവനെ പോലും നമുക്ക് എങ്ങനെ, നമ്മളെ ഒരാളെങ്കിലും ദ്രോഹിച്ചാൽ നമ്മളെ ഒന്ന് കൊന്നു തിന്നാൻ നമ്മൾ അനുവദിക്കുമോ? ഇങ്ങനെ ഓരോ പാഠങ്ങൾ കൊടുത്താൽ ഏത് മക്കളാ നന്നാവാത്തത്? അപ്പം മറ്റു അന്യ കുഞ്ഞുങ്ങളെ കൊണ്ട് ദ്രോഹിക്കുമോ? ഇത് പേടിയില്ല, വേദനയില്ല, മറ്റൊരു കുഞ്ഞിനെ ദുഃഖം അറിയാനും വയ്യ, മറ്റൊന്നിനെ വിശപ്പറിയാൻ വയ്യ. ഇങ്ങനെ പഠിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വരുന്ന പെണ്ണിന് ജീവനുള്ളതാണെന്നോ അതിന് വേദനിക്കുന്നെന്നോ ഈ ദുഷ്ടനായ മക്കൾക്ക് അറിയില്ല. മക്കൾ അങ്ങനെ പഠിച്ചു വെച്ചേക്കല്ലേ, നീ ഇത്രയൊക്കെ നിന്നെ പഠിച്ചില്ലേ, നിനക്ക് ഇത്ര പഠിച്ചുകൊണ്ട് നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, നിനക്ക് ജോലിയുണ്ട്, നീ പോയി ലക്ഷങ്ങളുള്ളതിനെ കൊണ്ടുവന്നാൽ മതി എന്നാണ് ചില രക്ഷാർത്ഥകൾ. ഇങ്ങനെയാണ്. അങ്ങനെ വരുമ്പോഴാണ് കിട്ടിയത് പോരാ പോരാ പോരാ. അതേ ഉള്ളൂ. ഇതൊന്ന് മാറണമെങ്കിൽ രക്ഷാകർത്താക്കൾ തുനിഞ്ഞിറങ്ങണം. ഇനിയുള്ള തലമുറയിൽ നന്നാവാൻ ഇനിയുള്ള രക്ഷാകർത്താക്കളെങ്കിൽ ഇത് മനസ്സിലാക്കി കുട്ടികളെ നേരായി നടത്തിയില്ലെങ്കിൽ വേദനിക്കുന്നത് ആരാണ്? സ്വന്തം അച്ഛനും അമ്മയും തന്നെയാണ്. മകൻ്റെ ബന്ധം ഒഴിഞ്ഞു പോകുമ്പോഴും അച്ഛനും അമ്മയും വിചാരിക്കും, അയ്യോ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും കണ്ടിട്ട് നമുക്ക് പോകാമായിരുന്നു. ഇതിപ്പോൾ എന്താ, പെണ്ണും ഇല്ല, വേറെ ആരും പെണ്ണ് കൊടുക്കുമോ? ഒരുത്തൻ്റെ കൂടെ നടന്ന് കെട്ടിക്കൊണ്ടുവന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ അവൻ കൊന്ന പിന്നെ അവന് ഈ ജന്മം പിന്നെ അവനൊരു പെണ്ണ് കിട്ടുമോ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ എത്രമാത്രം നരകയാതനയാണ് ആ അമ്മയും അച്ഛനും കിടന്ന് അനുഭവിക്കുന്നത്. അതിനൊക്കെ ഇത്രയൊക്കെ വേണോ? ഇത്തിരി അല്പം ഒന്ന് ക്ഷമിച്ചൂടെ? കുറേ വസ്തുക്കളും ഒക്കെ വാങ്ങി കൂട്ടി വെക്കണ്ട. പെണ്ണുങ്ങൾക്ക് ഉണ്ടെങ്കിൽ കിട്ടും എപ്പോഴെങ്കിലും എന്ന് ചിന്തിക്കണം. വന്നണക്ക് ജീവിക്കാൻ പഠിക്കണം. ഇങ്ങനെയൊക്കെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഈ ലോകത്ത് നടന്നതിൻ്റെ പേരിൽ നിന്ന് സർവ്വപേരും ഈ പ്രപഞ്ചം തിരിഞ്ഞു കഴിഞ്ഞു. പ്രകൃതി മൊത്തം എടുത്ത് കമത്തിയടിക്കുകയാണ്. അത് നിങ്ങൾ അറിയുന്നില്ല. എപ്പോഴെങ്കിലും എല്ലാവരും അറിയും. കുറേശ്ശെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കും. എല്ലാം നശിക്കുമ്പോൾ അന്ന് കിടന്ന് നിലവിളിക്കും, പല്ലുകടിക്കും. ബൈബിളിലും കിടപ്പുണ്ട്, പല്ലുകടിയും ബഹളവും കരച്ചിലും കാണാം. നല്ലവരെ ഈശ്വരൻ നല്ല വഴിയിലേക്ക് എത്തിക്കും. അവിടെ ചെന്നിട്ട് തരംതിരിക്കും. കളകളെ ദുഷ്ടന്മാരെല്ലാം പിടിച്ച് ഇങ്ങോട്ടിടും, നല്ലവരെ അങ്ങോട്ടും ആക്കും. മരിച്ചു ചെല്ലുമ്പോൾ എല്ലാ ആത്മാക്കളും വേർതിരിഞ്ഞ് നന്മ ചെയ്തവനെ നന്മയുള്ള ഭാഗത്തേക്കും തിന്മ ചെയ്തവനെ കാരാഗൃഹത്തിലേക്കും തള്ളിവിടാനുള്ള എല്ലാ വകുപ്പും ഭഗവാനോടെ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ പറഞ്ഞത് അറിയാത്തവർ കേട്ട് മനസ്സിലാക്കൂ. ആരെയും ദ്രോഹിക്കാതിരിക്കൂ. ഒരു കുഞ്ഞിൻ്റെ മുതൽ കൊണ്ടുവന്നേ നിങ്ങൾ ജീവിക്കുകയുള്ളെന്ന് കണ്ടാ എന്തൊരു കഷ്ടമായത്! ഈ ലോകം എത്ര നാണം കെട്ടതാ വല്ലവരുടെ. എനിക്കും ഇങ്ങനെ ഉണ്ട്. ഞാൻ എൻ്റെ അനുഭവം തന്നെയാണ് പറയുന്നത്. ഞാൻ വലിയ ശുദ്ധയായിട്ടല്ല, എൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് അന്നത്തെ കാലവും അങ്ങനെയായിരുന്നു, ഒന്നും പറയണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇന്നൊന്നും നാളെയും തീരത്തില്ല മക്കളെ. അപ്പോൾ എന്താ പറയുക, പുഷ്പകത്തിന്മേലിരുന്ന് വിലപിക്കും ഉൽപ്പല പത്രാക്ഷിമാരെ ഇറക്കിനാൻ. അപ്പോൾ അത് കണ്ടു ചെന്നാൻ വിഭീഷണൻ അത്ഭുതമോർത്ത് കണ്ടാൽ ഈ പരാക്രമം നല്ല പതിവ്രതമാരെ പിടിച്ചുകൊണ്ട് ഒല്ലാതെ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്താൽ ദുഷ്കീർത്തി ദുഷ്കൃതം പിന്നെയോ വംശ വിനാശന ഒക്കെ അകപ്പെടുമില്ല. ഒരു സംശയമില്ല അതിന്. ഇത് തീർത്ത് കൽപ്പിക്കുന്നത് തന്നെയാണ്. ഇത് പുരാണങ്ങളിലെ സത്യവേദ പുസ്തകങ്ങളാണ്. ഇതൊന്നിനും ഒരു മാറ്റമല്ല. ഇത് അന്നുമുണ്ട് ഇന്നുണ്ട്. അനുഭവം വന്നില്ലേ രാവണന്? വിഭീഷണന് പറഞ്ഞ വാക്കിന് എന്തെങ്കിലും കുറ്റം തെറ്റും വന്നോ? എന്തെങ്കിലും തിരുത്തി വെച്ചോ? പറഞ്ഞ അതുപോലെ വന്നില്ലേ? ഈ അനുഗ്രഹമെല്ലാം വരം വാങ്ങിച്ച രാവണി എന്തി, മേഘനാഥ് അതായത് പിന്നെ മറ്റ് കുംഭകർണൻ എന്തി, എല്ലാവരും പോയില്ലേ? കൊച്ചുമക്കളും പോയില്ലേ? അതുകൊണ്ട് ദുഷ്കൃതിയും ദുഷ്കൃതവും വന്ന് വംശം മൊത്തവും വിനാശവും വന്ന്. അതായത് വിഭീഷണൻ എന്താ അനുജന? എന്താ കാരണം? ഭഗവാന്റെ ഭക്തന് അങ്ങനെയാണ്. അതിനെ ഒഴിച്ചു മാറ്റി ഹനുമാൻ എല്ലാം പുരവും കത്തിച്ചിട്ടും വിഭീഷണന്റെ മന്ദിരം മാത്രം കത്തിച്ചില്ല. അങ്ങനെയാ, ഭഗവാന്റെ ദൂതനാ ഈ ഹനുമാൻ അറിയാം ദൈവികമുള്ള ഭക്തന്മാരെ എല്ലാവർക്കും അറിയാം. അവരുടെ കൈ അങ്ങോട്ട് ചെല്ലത്തില്ല. അതുകൊണ്ട് അതുമല്ല, ഇതെല്ലാം വരുന്നതിന് മുമ്പേ അദ്ദേഹം അവിടുന്ന് സ്ഥലം വിടുകയും ചെയ്ത് ഭഗവാന്റെ അടുക്കലേക്ക് പോയി.
യുദ്ധം പരതാര പീഡ ചെയ്താൽ വരും എത്രയും ആപത്തുകൾ ഇത് കേൾക്ക നീ. ഈ പരതാര പീഡ മറ്റന്യൻ്റെ മുതൽ പിടിച്ചു പറിച്ചാൽ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കൂ. നമ്മുടെ താതാഗ്രജൻ മാല്യവാൻ അവൻ തന്മകൾ പുഷ്പോൽക്കടയാം അവളല്ലോ. അപ്പം ഇത് ഈ പുഷ്പക വിമാനത്തിൽ നിന്ന് ഓരോ സ്ത്രീകളിനെ ഇറങ്ങിയപ്പോൾ നോക്കുന്നു മാല്യവാനായ പിതാവ് താതൻ്റെ ജ്യേഷ്ഠൻ അഗ്രജൻ്റെ അത് മാല്യവാൻ്റെ തൻ മകൾ അങ്ങയുടെ മകളാണ് പുഷ്പോൽക്കട ആയ ഈ സ്ത്രീ, ഈ കുലീന സ്ത്രീ. അപ്പം പിടിച്ചോണ്ട് വന്ന ഒന്ന് ആരാണ്? പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകള്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇയാൾ കൈ കിട്ടിയതിനൊക്കെ പിടിച്ചോണ്ട് പോരുന്നു. ഉത്തമയായ ദിവ്യാംഗനമാരാണ്. അത് ഒന്ന് പിടിച്ചറിയുമ്പോൾ ഈ സ്വന്തം ഉള്ളൊരു കുട്ടിയാണ്. നമ്മുടെ മാതാവ് തന്നയുടെ മൂത്തവൾ തന്മകൾ കുംഭീനസി അവൾ തന്നെയും. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്? അപ്പം ഒന്ന് പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകള്, ഒന്നാരാണ്? അമ്മയുടെ ജ്യേഷ്ഠത്തി, അത് മൂത്തവൾ ജ്യേഷ്ഠത്തിയുടെ മകൾ കുംഭീനസി. അവളാണ് ഈ മധു എന്ന് പറഞ്ഞ രാക്ഷസന്റെ കൂടെ പോയത്. ബലാത്കാരുടെ അവൻ കൊണ്ട് പൊക്കളഞ്ഞ് ഇവരാരും കണ്ടില്ല. അതിനി പറയും. അപ്പോൾ ഒന്ന് കുംഭീനസിയാണ്. അപ്പം ഇത് എല്ലാവരിലും ഇടയ്ക്ക് ഈ രണ്ടെണ്ണം ഉണ്ട്. അപ്പം അത് മനസ്സിലാക്കണം. കുറേ പിള്ളേരെ കൊണ്ടുവന്നതിൽ ഈ രണ്ടെണ്ണം ഇവരുടെ ബന്ധുക്കളാണ്. ഒന്ന് ജ്യേഷ്ഠത്തി, അപ്പം രാവണന് സഹോദരിയാണ് കുംഭീനസി, പിന്നെ പെങ്ങളാണ്. ഇന്നത് എന്തായത്? ഇതിപ്പോൾ ഇത്രയും ഇത് ഇവിടെ എന്ന് എഴുതായത്? ഇന്നിവിടെ എന്താ സംഭവിക്കുന്നേ? പെങ്ങളെ പോലും ഇപ്പോൾ രണ്ടമ്മയോ രണ്ടച്ഛനോ ഉള്ള എവിടെയെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ അതിനെ അങ്ങ് സ്നേഹിച്ചേക്കോ, അങ്ങ് കെട്ടിയേക്കുക. ആങ്ങളെയാണും പെങ്ങളെയാണെന്നുള്ള ചിന്തയില്ല. ഇന്ന് എവിടെയെങ്കിലും ഒരു പെണ്ണെന്ന് കേട്ടാൽ മതി. അതാണ് ഇന്നത്തെ ഈ തലമുറ ഇങ്ങനെ അങ്ങ് ആയിപ്പോയി. ഞാൻ എല്ലാവരെയും ഒന്നും പറയുമല്ല, ഇങ്ങനെ ഉണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക്. അന്ന് കണ്ടതെല്ലാം ഇന്നും ഉണ്ട്, ഇന്ന് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഈ കുംഭീനസിയാകുന്ന ഈ സഹോദരി കൊണ്ടുപോയാൻ ഒരിക്കൽ മധുവാകിയ രാക്ഷസൻ ആണ് ഇവളെ കൊണ്ടുപോയത്. എങ്ങനെ വെച്ചാൽ ഈ കണ്ടിയിലത് ആരും ഇവിടെ ഇരുന്നവർ മേഘനാഥൻ മുനിമാരുമായി ഓരോരോ യാഗവും ചെയ്തിരുന്നിട്ട് മേഘനാഥനും ഒക്കെ ഒരുപാട് യാഗങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ പെണ്ണിനെ, ഈ കുംഭീനസിയെ ഈ മധുവാകിയ ഈ രാക്ഷസൻ ബലാത്കാരമായിട്ട് പിടിച്ചോണ്ടങ്ങ് പോയി പെട്ടെന്ന്. അങ്ങനെ ഒരു കാലം ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ അത്. ഇപ്പം കല്യാണ പന്തലിൽ നിന്ന് തന്നെ പിടിച്ചോണ്ട് മാല ഇടാൻ സമയത്ത് തടയും. അതുവരെ അവൾക്ക് പറയണ്ട, മാല ഇട്ടാൽ ഒരുങ്ങുമ്പോൾ വേണം, വേണ്ട എനിക്ക് വേറൊരുത്തനോട് ഇരിപ്പുണ്ട്. ഇതാണ് ഇന്നത്തെ കാലം. അതുകൊണ്ട് അന്ന് ഇവരെല്ലാവരും എന്തൊക്കെ യാഗങ്ങൾ ചെയ്യേണ്ടുന്ന സമയത്ത് ഒളിച്ചു പാത്ത് നിന്നുകൊണ്ട് ഈ രാക്ഷസനായി മധു, ഈ കുംഭീനസി, അതായത് ഈ അമ്മയുടെ ജ്യേഷ്ഠത്തിൻ്റെ മകളെ കൊണ്ടുപോയി. അപ്പോൾ മേഘനാഥൻ മുനിമാരുമായി ഓരോരോ യാഗവും ചെയ്തിരുന്നിട്ട് ഞാൻ അന്നേരം ദീനത എന്നിയേ വന്ന് വിരവോട് ഞാനും ഇവിടെ ഇല്ലാഞ്ഞൊരവസരം. വിഭീഷണൻ പറയുന്നത്, ഞാനും ഇങ്ങനെ ഇല്ലാത്ത സമയം നോക്കിയാണ് ഈ ഒരു ദാക്ഷിണ്യം കൂടാതെ ഇവൻ പിടിച്ചോണ്ട് പോയതേ ബലാത്കാരമായിട്ട് ഈ മധു. പാർത്തു ബലാൽ ആശ കൊണ്ടുപോയാൽ അവൻ പാർത്തിരുന്ന് നോക്കി ഇവരൊക്കെ യാഗങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. വിഭീഷണൻ എങ്ങാണ്ട് പോയിരിക്കുന്നു, ആ സമയത്ത് അവിടെ ഇല്ല. ഇത് നോക്കി പാർത്ത് നോക്കി എന്നാണ് ബലാൽ കൊണ്ടുപോയത് എന്ന്. അപ്പം ഇന്നും അങ്ങനെയാണ്. കീർത്തികേടും നമുക്കുണ്ടെന്ന് നിർണ്ണയം. ഈ കീർത്തി അതിനുവേണ്ടി നമുക്ക് അത്രമാത്രം കീർത്തിക്കേട് നമുക്ക് അത്രമാത്രം കീർത്തി ഇല്ലാതായിപ്പോയി, ദുഷ്കീർത്തി വന്നുപോയി നമുക്കുണ്ടത് നിർണയം തന്നെയാണ്. ഞാനും ഓർത്താൻ അവൻ തന്നെ വധിക്കിലോ. ഞാനെന്ന് വിഭീഷണൻ പറഞ്ഞു, ഞാനത് ഓർത്ത് അവനെ പോയി വധിച്ചാൽ എന്താ എന്ന് ഓർത്ത് വിഭീഷണൻ പറയുവാണേ, ഭക്തനായ വിഭീഷണൻ പറയുന്നു, ഞാനും ഓർത്താൻ അവൻ തന്നെ വധിക്കിലോ, നൂനം അവൾക്ക് വൈധവ്യം അകപ്പെടും. ഞാൻ ചെന്ന് അത് വിഭീഷണൻ അങ്ങനെ ചെയ്യില്ല, കാരണം വിഭീഷണൻ ഭക്തനാ. ഇന്ന് എല്ലാവരും അങ്ങനെയാ, ഒരുത്തെ കൊണ്ട് ഇനി എന്തോ നടക്കട്ടെ, ഇനി ഒന്ന് പിടിച്ചുകൊണ്ട് വന്നാലും ഒരുത്തെ നമ്മൾ അന്വേഷിച്ച് വേറെ പിടിച്ച് കൊടുക്കണ്ടേ, ഇതെന്തായാലും അവനങ്ങ് ഇപ്പം അവനെങ്കിൽ അവൻ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഈ വിഭീഷണൻ പറഞ്ഞ് ഞാൻ ഓർത്തു അവനെ പോയി അങ്ങ് വധിച്ചാലോ എന്ന്. എന്നാൽ നൂനം അവൾക്ക് വൈധവ്യം അകപ്പെടും, അപ്പോൾ അവൾ വിധവയായി പോകും. പിന്നെയും വേണം ഒരുത്തിന് നൽകണം. കന്യക തന്നെ അതിനുള്ള സംശയം നമ്മൾ പിന്നെയും വേറൊരുത്തിന് വേണ്ടി കൊടുക്കണ്ടേ, അത് വലിയ പാടല്ലേ, എന്നാൽ അവനെ തന്നെ ഇരിക്കട്ടെ, കൊല്ലണ്ട എന്ന് വിഭീഷണൻ അങ്ങനെ സമ്മതിച്ചു. അന്ന് അങ്ങനെയായിരുന്നു. എങ്കിൽ അവന് തന്നെ എന്നത് ഇങ്ങനെ സങ്കല്പം ഉൾക്കൊണ്ടിരിക്കുന്നത് ഞാനും. എങ്കിൽ അവന് തന്നെ എന്നത് ഇങ്ങനെ സങ്കല്പം ഉൾക്കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ മനസ്സിലാക്കാൻ ഇരുന്ന സമയത്ത് എന്ന് വിഭീഷൺ ചൊന്നത് കേട്ടോ. ഇങ്ങനെയെല്ലാം വിഭീഷൺ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അന്നേ അവനെ ഞാൻ കൊല്ലാന്ന് ധരിച്ചെങ്കിലും പിന്നെ അവൻ വിധവയായി പോകുമല്ലോ, നമ്മുടെ സഹോദരിയല്ലേ, മൂത്തമ്മയുടെ മകളല്ലേ, അതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നു എന്നങ്ങോട്ട് പറഞ്ഞ് വിഭീഷണൻ പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ വന്ന കോപത്തോട് ചൊന്നാൻ ദശാനനൻ. ഇത്രയും കൊണ്ട് പറഞ്ഞപ്പം രാവണൻ ഈ ഓരോ സ്ത്രീകളെയും പിടിച്ചിറക്കൊണ്ട് വന്നപ്പോൾ ഈ അവസ്ഥകളെല്ലാം വിഭീഷണൻ ഇങ്ങനെ പറയും, ഇതൊക്കെ പാപമാണ്, ഇത് ദുഷ്കീർത്തിയാണ്, ഇതെല്ലാം വന്ന് അനുഭവിക്കുമെന്ന് പറഞ്ഞ് സ്വന്തം പെങ്ങളെ തന്നെ
വേറൊരുത്തൻ ഈ മധു കൊണ്ടുപോയ കാര്യം ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ തന്നെ ഇത് കേട്ടപ്പം രാവണൻ ദേഷ്യം വന്നു. അപ്പോൾ അയാൾ ചിന്തിക്കേണ്ടേ, അയാൾക്കും ഇതുപോലെയാണ് ചെയ്യുന്ന കൃത്യത്തിനും വേറുള്ള സഹോദരങ്ങൾ ഇതുപോലെ ദുഃഖിക്കുമെന്ന്. ഇവിടെ ഇത്രയും പറഞ്ഞ് സ്വന്തം പെങ്ങളല്ലെങ്കിലും മൂത്തമ്മയുടെ മകളായ കുംഭീനസി, ഈ കുംഭീനസിയെ മധു കൊണ്ടുപോയ കാര്യങ്ങൾ അത്രയും പറഞ്ഞു വിഭീഷൺ പറഞ്ഞും കൊണ്ടിരിക്കുന്നു. എല്ലാവരും യാഗങ്ങളെല്ലാം ചെയ്യേണ്ട സമയത്താണ് കൊണ്ടുപോയത്. ഞാൻ അന്ന് വിചാരിച്ച് അവനെ വധിക്കണമെന്ന്, പക്ഷെ അവൾ വീണ്ടും വിധവയായി പോകത്തില്ലേ എന്ന് കരുതി അന്നൊന്നും ചെയ്തില്ല. ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ രാവണന് ദേഷ്യം വന്ന്. ഇതാണ് ഇന്നത്തെ ലോകം. സ്വന്തം പെങ്ങളെ കാര്യം ഓർക്കുമ്പോൾ മറ്റവനെ കൊല്ലണം. പക്ഷേ ഇപ്പോൾ വിഭീഷണൻ കുറ്റക്കാരനല്ല, അങ്ങനെ തോന്നിച്ചിട്ടും ചെയ്തില്ലല്ലോ. പക്ഷേ ഇതിത്രയും കേട്ടപ്പോൾ അരിശം കൊള്ളുന്ന ദശാനന് രാവണൻ അങ്ങോട്ട് കലി കയറി. അപ്പോൾ അതുപോലാണ് ഈ കുംഭീനസിയോ അല്ലെങ്കിൽ ഈ പിന്നെ പുഷ്പോത്കടയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതുപോലെ അവരുടെ ഭർത്താക്കന്മാർ ഇതുപോലെ അവിടെ വിഷമിക്കും. ഇത് കീർത്തികേടാണെന്ന് ഇങ്ങനെ മറ്റൊരു കുടുംബത്തിനും വിഷമമാണ്, അവർക്ക് നഷ്ടമാണ്, അവർക്ക് നാണക്കേടാണ് എന്ന് ഈ രാവണൻ ചിന്തിക്കുന്നില്ലല്ലോ. ഇത്രയും പറഞ്ഞപ്പം സ്വന്തം പെങ്ങളല്ല, ശൂർപ്പണഖയാണ് സ്വന്തം പെങ്ങള്. ഈ കുംഭീനസി അമ്മയുടെ ജ്യേഷ്ഠത്തിന്റെ മകളാണ്. അന്നേരം തന്നെ ഇവന് ദേഷ്യമായിട്ട് എന്ത് പറയുന്നു? വന്ന കോപത്തോട് ചൊന്നാൻ ദശാനനൻ ചെന്ന് വിരവോട് കൊന്നു മധുവിനെ വിണ്ണവർ തന്നെയും വെന്നു വരുവൻ ഞാൻ. പറയുവാണ്, ഞാൻ ഇപ്പം തന്നെ വിരവോട് പെട്ടെന്ന് തന്നെ ചെന്ന് മധുവിനെ കൊന്നിട്ട് വിണ്ണവർ തന്നെയും ആകാശത്ത് വിണ്ണവർ, ഈ സ്വർഗവാസികൾ, അവിടെ വിണ്ണവർജ ആകാശത്തിലുള്ളവരെ, നമ്മുടെ ഭൂമിയിലല്ലവർ, അവരെ പോയി ചെന്ന് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ട് അവനെയും ആ മധുവിനെയും കൊന്നിട്ട് ഞാൻ വരും എന്നൊരു ദേഷ്യം വിഭീഷൺ ഇത്രയും പറഞ്ഞപ്പോൾ. കുംഭകർണൻ ഉണർന്നാൽ അവൻ തന്നെ വൻ പടയോട് വരുവാൻ നിയോഗിക്കാൻ ഞാൻ ഇപ്പം തന്നെ പോകുന്നു. കുംഭകർണൻ ഉണർന്നാൽ, അവൻ 6 മാസത്തെ ഉറക്കം കണ്ടുണ്ടല്ലോ, അവൻ ഉണർന്നാൽ ഉടനെ തന്നെ വൻ പടയോട്, അവൻ്റെ വലിയ പടയോടുകൂടി അവിടേക്ക് വരാൻ പറയൂ, നിയോഗിക്കൂ, ഞാൻ പോകുന്നെന്ന് പറഞ്ഞ് രാവണനോട് ദേഷ്യം കൊണ്ട് തുടങ്ങി. മുമ്പിൽ നടക്ക വേണം മേഘനാഥനും വൻ പടയാളികളായുള്ളവர்களுം. അവിടെ മുമ്പിൽ നടക്കൂ, ആരാ? മേഘനാഥനൊക്കെ മുന്നേ പൊക്കൂ, വൻ പടയാളികളായുള്ളവர்களுം നമ്മുടെ തേരും ഒരുമിച്ച് നിർത്തുക. അത്രയ്ക്ക് ദേഷ്യം വന്ന സ്ഥിതിക്ക് ഇദ്ദേഹം ചെയ്യുന്ന എന്താണെന്ന് ചോദിക്കാൻ ആരാ ഉള്ളത്? ഇവൻ അവിടുത്തെ കേമനാ രാവണൻ. അവൻ എന്തും ചെയ്യാം. അവൻ ഈ പിള്ളേരെ മൊത്തം ദിവ്യാംഗനമാരിക്കുന്ന ഈ കുട്ടികളെല്ലാം പിടിച്ചുകൊണ്ട് വിമാനത്തിൽ കൊണ്ടുവന്ന് പുഷ്പകമലത്തിൽ കൊണ്ട് നിലവിളിച്ച് ഇവൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇറക്കിക്കൊണ്ടിരിക്കുക, ഓരോരുത്തർ ഇറക്കിക്കൊണ്ടിരിക്കുക. അതിൽ വന്നപ്പോൾ എന്താ? ഒന്ന് സ്വന്തം പെങ്ങൾ, ഒന്ന് സ്വന്തം ചേട്ടൻ്റെ മകള്, ഇങ്ങനെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകളും ഒന്ന് അമ്മയുടെ ചേട്ടൻ്റെ മകളും, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അപ്പോൾ അവന് ദേഷ്യം വന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം വീട്ടിൽ വരാൻ പാടില്ല. വേറൊരു കുടുംബത്തിൽ നിന്ന് എന്തും അവരുടെ അമ്മ ദുഃഖിക്കുക പോലും അവർക്ക് നാണം കേട് വന്നു പോലും കീർത്തി നഷ്ടപ്പെട്ടു. ഇത്രയ്ക്കും വിവരമില്ലാത്ത ഈ മനുഷ്യരെ ഞാൻ മനുഷ്യനായിട്ട് കൂട്ടുന്നില്ല. സത്യമാണ്. ഇതാണെന്ന് ലോകം മൊത്തം നടക്കുന്നത്. എൻ്റെ വീട്ടിലും ഉണ്ട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ഒരു കുടുംബത്തിലും ഇല്ലാതില്ലേ? ഒരു കുടുംബത്തില്ലെങ്കിൽ അതിൻ്റെ പറ്റിയുള്ള കുടുംബത്തിൽ ഇന്ന് ഇങ്ങനെ നടക്കുക. മനുഷ്യനിങ്ങനെ ലോകമായിപ്പോയി. അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരോടും ഒത്തിച്ച് ആ വൻ പടയോടുകൂടി വിടൂ, ഞാൻ പോകുന്നുള്ള രീതിയിൽ മുമ്പിൽ നടക്ക വേണം മേഘനാഥനും, എന്നുവെച്ചാൽ അവനെ കൊല്ലാൻ വൻ പടയാളികളായുള്ളവர்களுം നമ്മുടെ തേരും ഒരുമിച്ച് നിർത്തുക, സമോദമോട് പുറപ്പെടുക. ഇവർ എല്ലാവരും സന്തോഷത്തോടെ പുറപ്പെടുക. വിണ്ണവരെ, അത് ലോകവാസികളെയൊക്കെ സ്വർഗകരെ തോൽപ്പിച്ച് കൊന്ന് അവനെ വധിച്ചുകൊണ്ട് വരണം എന്ന്. അപ്പോൾ ശംഖമൃദംഗാദി വാദ്യഘോഷത്തോടും മംഗലമായ മുഹൂർത്തെ പുറപ്പെടുന്നതിനും വേണം ഒരു സമയം നോട്ടം. ശംഖം മൃദംഗം ആദി വാദ്യഘോഷത്തോടും മംഗലമായൊരു മുഹൂർത്തത്തെ പുറപ്പെടാമെന്ന്. നല്ലൊരു സമയം നോക്കി വേണം, കാരണം കൊല്ലാനുള്ളതല്ലേ, നിന്നു കൊടുക്കണ്ടേ കൊല്ലാൻ നേരത്ത്. ലങ്കയും പാലിച്ചിരിക്കുക വിഭീഷണൻ ശങ്കാവിഹീനം ജയിച്ചു വരുവാൻ ഞാൻ. അതുകൊണ്ട് നീ വിഭീഷണനോട് പറഞ്ഞ, നീ എന്തായാലും ശങ്കാവിഹീനം ഈ ലങ്ക നോക്കി ഇരിക്കൂ. ഇവിടെ ആൾ വേണമല്ലോ, രാജാവിന് പകരം രാവണന് പകരം ആൾ വേണമല്ലോ. അതുകൊണ്ട് നീ ഇവിടെ എല്ലാവരും രക്ഷിച്ചിരിക്കൂ. ശങ്കാവിഹീനം, ഞാൻ യാതൊരു കൂസലമില്ലാതെ യാതൊരു സംശയം ഞാൻ അവിടെ പോയി അവനെയും മധുവിനെ കൊന്ന് ജയിച്ചു വരാം എന്ന് പറഞ്ഞു തേരേറി പുറപ്പെട്ടു ചെന്ന് മധുപുരാന്തേ മരുവിടിനാൻ. അങ്ങനെ പറഞ്ഞും കൊണ്ട് തേരിൽ കയറി നല്ല സമയം നോക്കി മുഹൂർത്തമൊക്കെ നോക്കി മധുപുരാന്തേ, മധുവിൻ്റെ പുരം. മധു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആളാണ്. ഈ കുംഭീനസിയെ ബലാത്കാരമായിട്ട് കൊണ്ടുപോയതാണ്. കുംഭീനസി എന്ന് പറഞ്ഞാൽ മണ്ഡോദരിയുടെ, അതായത് രാവണൻ്റെ മൂത്തമ്മയുടെ മകള്, അപ്പോൾ സഹോദരിയാണല്ലോ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചെന്നേക്കുക മധുപുര അന്തേ, ആ മധുവിൻ്റെ വീട്ടിനകത്തേക്ക് ചെന്നു.
കണ്ണുനീരും വാർത്തു കുംഭീനസി വന്നു തന്നുടെ സോദരനോട് ചൊല്ലിയിടിനാൾ. അപ്പോൾ ഈ കുംഭീനസിയും ഈ വിമാനത്തിൽ തേരിൽ പോയി കാണും. അപ്പോൾ കണ്ണുനീരും വാർത്തു കുംഭീനസി വന്ന് തന്റെ സോദരനോട് പറയുന്നു. അവിടെ ചെന്നിട്ട് പറയുന്നു, ഇവിടെ വെച്ച് അതിനു മുമ്പ് പറയുന്നു. എന്തായാലും കൊള്ളാം, ഈ കുംഭീനസി എന്താ പറയുന്നത്, എന്തായാലും അവർ ഭാര്യയും ഭർത്താവും ആയിപ്പോയി. അപ്പോൾ കണ്ണുനീര് കരഞ്ഞും കൊണ്ട് ചെന്ന് ഈ രാവണനോട് പറയുന്നു, സോദരനോട് പറയുന്നു, എന്നുടെ ഭർത്താവിനെ കൊല ചെയ്യായിക, നിന്നെ അഭീഷ്ടങ്ങൾ അനുഷ്ഠിക്കും എൻ്റെ പതി എൻ്റെ ഭർത്താവ് നിനക്ക് എന്താണ് നിന്റെ എന്താ ഇഷ്ടം അതിനനുസരിച്ച് നിന്നുകൊള്ളും. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ കൊല ചെയ്യരുതേ എന്നാണ് കുംഭീനസി കരഞ്ഞും കൊണ്ട് ഈ രാവണനോട് പറയുന്നു. ദേവകളോട് യുദ്ധത്തിന് പോകിലോ, സേവകന്മാരിൽ ഒന്നായി അവനും വരും. ദേവകളോട് യുദ്ധം ചെയ്യാനാണ്, ദേവന്മാരെ തോൽപ്പിക്കാനാണ്. ഇപ്പോൾ രാവണിക്ക് എല്ലാ വരങ്ങളും കിട്ടി, ഇനി ആരും തോൽപ്പിക്കാം. അതുകൊണ്ട് ദേവലോകത്ത് എന്ന് യുദ്ധത്തിന് പോകുമ്പോൾ ഇവനൊക്കെ ശത്രുക്കളാണല്ലോ, ദേവന്മാരെ അവർക്ക് ശത്രുവാണല്ലോ. അതുകൊണ്ട് എന്നോട് ഭർത്താവിനെ കൊല ചെയ്യണ്ട, നിന്റെ അഭീഷ്ടം എന്താണ്, അതുകൊണ്ട് എൻ്റെ ഭർത്താവ് അതുപോലെ തന്നെ ചെയ്യും. ദേവകളോട് യുദ്ധത്തിന് പോകണമെങ്കിൽ എൻ്റെ പതിയെയും കൂടെ നീ സഹോദര അങ്ങ് കൊണ്ടുപോയിക്കൊള്ളൂ. സേവകന്മാരിൽ ഒരുത്തനായി അവനും കൂടെ വരും യുദ്ധത്തിന്. എത്രമാത്രം ദേവന്മാരെ തോൽപ്പിക്കാനുള്ള എന്തെല്ലാം പണിപ്പെടുമല്ലോ ഇവർ. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെയും കൂടെ കൊണ്ടുപോയി യുദ്ധത്തിന് ചെയ്തോളൂ, ദേവന്മാരെ കൂടെ യുദ്ധം ചെയ്തുകൊള്ളും, അതുകൊണ്ട് ഇന്ന് കൊല്ലല്ലേ എന്ന് പറഞ്ഞു. എന്നാലും വേണ്ടില്ല, യുദ്ധത്തിന് പോയാലും വേണ്ടില്ല, ഭർത്താവ് ജീവിച്ചിരിക്കുമല്ലോ എന്നൊരു കരുതൽ. അല്ലാതെ രാവണൻ വിടൂ. എങ്കിൽ എൻ മുമ്പിൽ വരുത്തിയിട അവനെ നീ സങ്കടം തീർത്ത് അഭയം കൊടുത്തിടുവൻ. എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നീ എൻ്റെ മുമ്പിലേക്ക് അവനെ വിളിച്ചു വരുത്തൂ. അവൻ്റെ പുറത്ത് ചെന്നതിന് ശേഷം അപ്പം ഈ പെണ്ണിനെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് കുംഭീനസി. കാരണം അവൻ്റെ മധുപുരാന്തേ മരുവീടിനാൻ ചെന്നതിന് ശേഷമാണ് കണ്ണുനീരും വാർത്ത് കുംഭീനസി പറയുന്നത്. അപ്പം കുംഭീനസിയും കൂടെ കൊണ്ടുപോയി കാണും. അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്ന് അകത്തുനിന്ന് വിളിച്ചു വരുത്താൻ പറ്റത്തില്ലല്ലോ. എങ്കിൽ എൻ്റെ മുമ്പിലേക്ക് അവനെ വിളിച്ചു കൊണ്ടുവാ, സങ്കടം തീർത്ത് അഭയം ഞാൻ കൊടുക്കാം, നിന്റെ സങ്കടമൊക്കെ മാറ്റിയിട്ട് ഞാൻ അഭയം കൊടുക്കാം, ഞാൻ രക്ഷിക്കാം എന്നതു കേട്ടു കുംഭീനസി വേഗേന ചെന്ന് ഭർത്താവിനെ ഉണർത്തി വരുത്തിനാൾ. അങ്ങനെ കുംഭീനസി വേഗേന ചെന്ന് ഭർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്ന് ഉണർത്തിച്ചെന്താണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. നിന്നെ വധിക്കാൻ വന്നിട്ടുണ്ട്, നീ എൻ്റെ സഹോദരൻ ഒത്തു നിന്നാൽ, അദ്ദേഹത്തിനോട് ദേവന്മാരുടെ യുദ്ധം ചെയ്യാൻ നിന്നാൽ നിനക്ക് വിഷമം ഉണ്ടാവത്തില്ല. കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഉണർത്തുന്നതെന്ന് വെച്ചാൽ അതാണ് പറഞ്ഞു കൊടുക്കുക, അല്ല ഉറങ്ങിക്കിടക്കുന്നതിനാളെ ഉണർത്തുക എന്നല്ല അതിൻ്റെ അർത്ഥം. കാര്യകാരണങ്ങളെല്ലാം പറഞ്ഞു പിടിപ്പിച്ചു. വധിക്കാൻ വന്ന ആളിൻ്റെ മുമ്പിൽ അഭയം തേടി ചെല്ലണം, അതിന് നീ ഒത്തു നിൽക്കണം. രാവണനെ ഒത്തു നിന്നാൽ യുദ്ധത്തിനൊക്കെ കൂടെ പുറപ്പെടാം എന്ന് പറഞ്ഞാൽ നിനക്ക് രക്ഷ കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ ആ കുംഭീനസി ഭർത്താവിനെ കൊണ്ടുവന്ന് സഹോദരൻ്റെ മുമ്പിലേക്ക് വരുത്തി. ചെന്ന് സോദരൻ തന്നെയും കണ്ട് അവൻ തന്നോടുകൂടെ യുദ്ധത്തിന് പോക നീ. അങ്ങനെ ചെന്ന് രാവണനെ ചെന്ന് കണ്ടിട്ട് അവരുടെ കൂടെ യുദ്ധത്തിന് പോകണം എന്ന് ഈ കുംഭീനസി പറയുന്നു. എന്നാൽ നിനക്ക് സൗഖ്യം വരും നിർണയം. അങ്ങനെയാണെങ്കിൽ നിനക്ക് അതൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. അതെല്ലാം പറഞ്ഞ് പിടിപ്പിച്ച് മനസ്സിനെ മാറ്റിയെടുക്കണ്ടേ, ഉണർത്തിയെടുക്കണ്ടേ. ഉള്ളത്തിൽ ഇങ്ങനെ ഒരു ചിന്ത ഇല്ലാതിരിക്കല്ലേ. പെട്ടെന്നല്ലേ ഇത്രയും ഈ കുംഭീനസിയെ പിടിച്ചുകൊണ്ട് പോകാനും കുംഭീനസി ആരാണെന്ന് അറിയാനും അപ്പോഴല്ലേ മധുവാണ് ഇവളെ കൊണ്ടുപോയിക്കുന്നത്. അപ്പോൾ ആ രാക്ഷസനെ കൊന്നേ അടങ്ങും അപ്പോഴിവർക്ക്. അതുകൊണ്ട് ഇതെല്ലാം ഒത്തു വന്നു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് ഇവന് മനസ്സിലാക്കി കൊടുത്തപ്പോൾ എന്ത് വന്നു എന്നാൽ അങ്ങനെയെല്ലാം വന്ന് എൻ്റെ സഹോദരനോടൊപ്പം തന്നെ യുദ്ധത്തിന് പുറപ്പെട്ടാൽ നിനക്ക് സൗഖ്യം കിട്ടും, എന്നാൽ നിനക്ക് സൗഖ്യം വരും നിർണയം. വന്നു കൂടിയിട്ട് എനിക്കും സുഖം, എന്നാൽ എനിക്കും സന്തോഷം, എൻ്റെ ഭർത്താവ് മരിക്കത്തില്ലല്ലോ. കുംഭീനസി പറയുന്നത് എനിക്കും സുഖമായി വരുമല്ലോ, അതുകൊണ്ട് അങ്ങനെ നിൽക്ക്. കുംഭീനസി വാക്കു കേട്ടു മധു അതിസംഭ്രമം പൂണ്ടു ദശാസനെയും വന്നു കണ്ടു യഥോചിതാചാര പുരസ്കൃതം കൊണ്ടാടി നന്നായി വിരുന്നും കഴിച്ചുടൻ. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, കുംഭീനസിയുടെ വാക്ക് കേട്ടു മധുവതി എന്ന് വായിക്കുന്നത്. മധു ആദി സംഭ്രമം പൂണ്ടു. മധുവതി എന്നാണ് ഇതിൽ എഴുതൊക്കെ. ആദ്യമായിട്ട് വായിക്കുന്നവർക്ക് ചിലപ്പോൾ തോന്നുന്നത് മധുവതി എന്നൊരു പെണ്ണാണോ എന്ന്. അതല്ല, മധു ആദി സംഭ്രമം പൂണ്ട്. കാരണം ഇതെന്ത് പറ്റി ഇങ്ങനെ പെട്ടെന്നൊക്കെ ഇങ്ങനെ പറയാൻ, ഇങ്ങനെയൊക്കെ എന്താ കാരണം എന്ന് അവന് അറിയുന്നില്ലല്ലോ, പെട്ടെന്ന് ഉള്ള കാര്യമില്ല. അപ്പോൾ ഈ കുംഭീനസി ഇത് എന്തായൊക്കെ പറയുന്നത്, ഇതെന്തൊരു ആശ്ചര്യം സംഭ്രമമൊക്കെ ആകുന്നു. അത് കേട്ടിട്ട് മധു എന്ത് ചെയ്തു, ദശാസനെ വന്ന് കണ്ടിട്ട് എന്ത് ചെയ്ത് യഥോചിത ആചാര പുരസ്കൃതം നന്നായി വണങ്ങി സൽക്കരിച്ച് കൊണ്ടാടി നന്നായി വിരുന്നൊക്കെ കഴിച്ചു. നന്നായിട്ട് സഹോദരനല്ലേ, അത് കുംഭീനസിയുടെ സഹോദരനല്ലേ, അപ്പോൾ അളിയനായി വരുമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കൊണ്ട് കൊല്ലുന്നവനെ ഇത്രയൊക്കെ നോക്കണ്ടേ, എല്ലാം നന്മ കൊണ്ട് നിറയ്ക്കണമെങ്കിൽ അവൻ നന്നായി പൂജിക്കണം
ഈ രാവണനെ സ്തുതിക്കണം. അതുകൊണ്ട് ചെന്ന് ആചാര പുരസ്കൃതം ചെയ്ത് നന്നായി ആചാരം കാലിലൊക്കെ തൊട്ട് വണങ്ങുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണും. അവനെ മയക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കൊണ്ടാടി എന്ത് ചെയ്തു, നന്നായിട്ട് വിരുന്നൊക്കെ കഴിച്ചു. എന്തെല്ലാം വേണം അതൊക്കെ കൊടുത്ത് സന്തോഷമാക്കണ്ടേ, വന്ന വൈരാഗ്യം മാറ്റണ്ടേ. കൊല്ലാൻ ചെല്ലുന്നതല്ലേ. അപ്പോൾ ഇവരിലെ കരഞ്ഞും കൊണ്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ കൊല്ലല്ലേ, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. യുദ്ധത്തിന് ദേവന്മാരുടെ യുദ്ധത്തിന് പോകണമെങ്കിൽ അതിനും കൂടെ കൊണ്ടുപോയിക്കോളൂ. സഹോദരൻ എന്താ ഇഷ്ടം അതുപോലെ ചെയ്തോളൂ, എനിക്ക് പതിയെ എന്നെ കൊല്ലാതെ നീ വിടണം എന്ന് മാത്രമേ അവർ പ്രാർത്ഥിച്ചുള്ളൂ. അപ്പോൾ അവൻ അതുപോലെ തന്നെ ആ കുംഭീരസുടെ ഭർത്താവായ മധു അത് കേട്ട് രാവണനെ ചെന്ന് സൽക്കരിച്ചു, വിരുന്നൊക്കെ കൊടുത്തു. ബന്ധു സൽക്കാരം പരിഗ്രഹിച്ച് ആദരാൽ പങ്കുതി മുഖനും അവനോട് പറയുന്നു. ഈ ബന്ധു സൽക്കാരം, ഈ അളിയനും പെങ്ങളൊക്കെ എന്തൊക്കെ സൽക്കാരങ്ങൾ ചെയ്ത് ഇതെല്ലാം പരിഗ്രഹിച്ചിട്ട് അതെല്ലാം സ്വീകരിച്ചിട്ട് പങ്കുതി മുഖൻ, അതായത് രാവണൻ എന്തു പറയുന്നു ചൊല്ലിനാർ. എന്നോടുകൂടെ നീ പോരിക വൈകാതെ, വിണ്ണോർ പുരിക്ക് യുദ്ധത്തിന് മൽ സഖേ. വിണ്ണോർ പുരിക്ക് അല്ല ദേവേന്ദ്രനായിരിക്കുന്ന സ്വർഗവാസികളുടെ വിണ്ണോർ പുരിക്ക്, അത് സ്വർഗത്തിലേക്ക് യുദ്ധത്തെ. എപ്പോഴും രാവണനും അല്ലെങ്കിൽ അസുരന്മാർക്ക് ഇതാണല്ലോ ജോലി. അസുരനും ദേവനോട്ട് എപ്പോഴും യുദ്ധമാണല്ലോ. അതുകൊണ്ട് എന്നോട് കൂടെ നീ വരൂ വൈകാതെ തന്നെ. കുംഭീരസയുടെ കൂടെ അല്ല, കുംഭീരസയെ അവിടെ ആക്കിയിട്ട് കുംഭീരസയുടെ വാക്ക് കേട്ട് യുദ്ധത്തിന് വേണ്ടി നീ എന്നോട് വരിക. അതുകൊണ്ട് അപ്പോൾ കൊല്ലാതെ വിടാം, എന്നോടുകൂടെ വരിക. വിണ്ണോർ പുരിക്ക് യുദ്ധത്തിന് മൽ സഖേ, എൻ്റെ സുഹൃത്തെ നീ എന്നോടൊപ്പം വരൂ എന്ന് രാവണൻ പറഞ്ഞു. രാവണനോടുകൂടെ പുറപ്പെട്ടിതു ദേവകളോട് പോർക്കായി മധുവീരനും. ഈ രാക്ഷസനായ ഈ മധുവീരൻ ഇതൊക്കെ കേട്ട് രാവണനോട് കൂടെ തന്നെ പുറപ്പെട്ടു. എന്തിനാണ്? ദേവകളോട് യുദ്ധം ചെയ്യാൻ. ഇതാണ് ഈ ദിവ്യാംഗന എന്നുള്ള ദിവ്യാംഗന അപഹരണം. ഈ ദിവ്യമായിരിക്കുന്ന കുട്ടികളെ അപഹരിച്ചുകൊണ്ട് പോയ രാവണന് അത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നളകൂപര ശാപമാണ്. അത് നമുക്ക് അടുത്ത ദിവസം അല്ല, ഇനി അടുത്ത ഏതെങ്കിലും സമയത്ത് അതേ പറ്റൂ. ഇത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും അങ്ങ് തോന്നും, അപ്പോഴെങ്കിലും ഇടുന്നതാ. ഇനി നമുക്ക് പക്ഷേ ഇത് ഇത്രയും തീർക്കണം, ഇത് ഇച്ചിരി മനസ്സിലാക്കണം. എനിക്കും കാരണം നമ്മൾ 3-4 വട്ടമൊക്കെ വായിച്ചാൽ മനസ്സിലാവും. അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനത് ശുക്രൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതും പിന്നെ ഞാൻ ആലോചിച്ചു, ശുക്രന് മനസ്സിലിങ്ങനെ തോന്നി ഉത്തരം പറയാൻ അവിടെ എന്ത് കാരണം? അതിന് മുമ്പായിട്ടൊന്നും അതിനെപ്പറ്റി പറഞ്ഞില്ല, ഇങ്ങനെ ഇദ്ദേഹം അവിടെ ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല. അപ്പം പരമേശ്വരനും പാർവതിയും കൂടെ വന്ന സ്ഥിതിക്ക് ഈ ശുക്രാചാര്യൻ വരാതിരിക്കത്തില്ലല്ലോ, നല്ല വരങ്ങൾ കൊടുക്കാനല്ലേ. അപ്പോഴും ഗുരു ഇല്ലാതിരിക്കുക. ഇവരുടെ ഗുരുവാണ് ശുക്രാചാര്യൻ. നമ്മുടെ ദേവഗുരു ബൃഹസ്പതിയാണ്, ഈ അസുരന്മാരുടെ ഗുരുവാണ് ശുക്രാചാര്യൻ. അതുകൊണ്ട് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പാണ് പറയുന്നത്. ഞാൻ വിചാരിച്ച് സ്വന്തം മകൻ തന്നെയാണ്, അങ്ങയുടെ മകൻ ഇതെല്ലാം നല്ല എന്താ പറയുക വരങ്ങളെല്ലാം മേടിച്ച് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് സ്വന്തം മക്കൾ അങ്ങനെ പറയത്തില്ലല്ലോ. അദ്ദേഹം തന്നെ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത ശുക്രാചാര്യർ. അത്രേ നമുക്ക് 2-3 വട്ടമൊക്കെ വായിച്ചേ അത് മനസ്സിലാകുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. കാരണം ഇതൊക്കെ അറിയണമല്ലോ, ഇതൊക്കെ അറിയേണ്ട കാര്യമാണല്ലോ. ഈ സീതാദേവി ഇതിൻ്റെ വരാൻ കാരണം ഇവിടെയൊക്കെ ശാപമാണ്. ഒരു ദിവ്യ സ്ത്രീ മുഖാന്തരം ഇവന് നാശമുണ്ടെന്ന്, മരണമുണ്ടെന്ന്. അപ്പോൾ അതാണ് ദിവ്യ സ്ത്രീ ആരാ? സീതാദേവി. ഇതൊക്കെ ഇത്രയും വായിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ നമ്മളും എന്താണെന്നൊന്നും ഒരു പിടിയും കിട്ടത്തില്ലല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.